ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷിറിയും കൂടെ നമ്മുടെ കോഴിക്കോട് ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ്. കുറേ ആയി ഞങ്ങൾ ഇതുപോലെ തനിച്ച് ഞങ്ങൾക്ക് വന്ന് പോകണമെന്ന് കേട്ടോ, മക്കളൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക്. അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വലിയൊരു പ്ലാനിങ് ഒന്നുമില്ല, എന്നാലും ഞങ്ങൾ കുറച്ചധികം ടൈം നമുക്ക് മോളിൽ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അത്രയും ചൂടായിരുന്നു പുറത്ത്. എത്തിയപ്പോൾ തന്നെ ഷിറി ഇതേ ലിപ്സ്റ്റിക്കൊക്കെ ട്രൈ ചെയ്തിട്ട് പിന്നെ അത് മേടിച്ചു. പുറത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഷിറി കണ്ടെത്തിയൊരു ഐഡിയ ആട്ടോ ഇത്. സ്നോ ഫാൻറ്റസിയിലാണ് ഞങ്ങൾ പോണത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങളായിരുന്നു എത്തിയത്, അതുകൊണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു 10-20 മിനിറ്റ് നമുക്ക് സ്വന്തമായിട്ട് തന്നെയായിരുന്നു അവിടെ. അങ്ങനത്തെ ഞങ്ങൾ പണിയായുധങ്ങളൊക്കെ ഇട്ട് തുടങ്ങുകയാണ്. റെഡി ആയിട്ടത് ക്യാമറ വെച്ച് ഞങ്ങളത് നോക്കുക കേട്ടോ. ഒരു റോഡ് പണിക്കൊക്കെ പോണ മാതിരി ഒരു ഫീലുണ്ട്, എന്നാലും കുഴപ്പമില്ല. സംഭവം നല്ല രസമായിട്ടോ. ഷിറി ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ രണ്ടാളും മാത്രമാകുമ്പോൾ തിരിച്ച് നമ്മൾ കോളേജിലൊക്കെ പഠിക്കണ ആ ഒരു ടൈം തന്നെയായിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പറ്റുണ്ടായിരുന്നില്ല തണുപ്പത്ത് നിൽക്കാൻ, കൈയൊക്കെ ഇങ്ങോട്ട് മരവിച്ചു. അങ്ങനെ ഞങ്ങളുടെ മഞ്ഞളുള്ള കളി ഞങ്ങൾ നിർത്തിയിട്ട് നേരെ പോയി നല്ല ചൂടുള്ള ചായ കുടിച്ചു. ആ തണുപ്പത്തുനിന്ന് വന്നിട്ട് ചൂട് ചായ കുടിക്കുമ്പോൾ എന്തൊരു സുഖമായിരുന്നു എന്നറിയോ. പിന്നെ നമ്മൾ ലോഡഡ് ഫ്രൈസ് ട്രൈ ചെയ്തു. ശരിക്കും അത് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചു. അതിനുശേഷം കുറേ നേരം ഇരുന്ന് നമ്മൾ അങ്ങനെ സംസാരിച്ചു. അവിടെ തന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമുക്ക് ഇരിക്കുമ്പോൾ ടൈം പോണതേ അറിയില്ല അല്ലേ. എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചിരിക്കുക, വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ. നമ്മുടെ വൈബുള്ള അല്ലെങ്കിൽ നമ്മുടെ വൈബുമായിട്ട് മാച്ചുള്ള ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണല്ലേ. അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. ഇത് ഹൈലൈറ്റിൻ്റെ ബിസിനസ് പാർക്കിൽ താഴെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഗ്രിൽ ലാഗ്സ്. നല്ല ഫുഡായിരുന്നു അവിടുത്തത്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ പോയി കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ദി ക്ലബ് സുലൈമാനിയിലാണ് കേട്ടോ. അവിടെ നല്ല വെൽവെറ്റ് ടീ ഒക്കെ നമ്മൾ കുടിച്ചു. അപ്പോഴേക്കും ഒരു 5 മണി 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ വെയിലൊക്കെ കുറച്ച് കുറഞ്ഞു. മിഠായി തെരുവിലേക്കാണ് കേട്ടോ നമ്മൾ എത്തിയത്. പ്രത്യേകിച്ച് ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലെത്തിയാൽ ഞാൻ അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാറില്ല, ഒക്കെ മുംബൈയിൽ നിന്ന് തന്നെ കൊണ്ടുവരും. എന്നാലും ഇവിടേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലല്ലേ. ഇത് ഹൽവയുടെ കടയിലൊക്കെ കയറി അവിടുന്ന് ഹൽവയൊക്കെ ട്രൈ ചെയ്തു. ശരി, ഹൽവ മേടിച്ചു കേട്ടോ. ഞാൻ അത്ര മധുരം കഴിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ ഞാനും ഷിറിയും ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നടന്നു കേട്ടോ. ചെറുപ്പത്തിൽ കോഴിക്കോട് പോവുക, ബീച്ചിലേക്ക് പോവാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എത്ര തവണ പോയാലും എനിക്ക് മടുക്കില്ല കേട്ടോ. ഇപ്പോഴും അതേ ഒരു ഫീൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ മാനാഞ്ചിറയിലേക്കാണ് കേട്ടോ പോയത്.
അവിടെയും കൂടി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു കാര്യമല്ലേ. കോഴിക്കോട് എത്തിയാൽ എന്തായാലും കുടിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ലേ നമ്മുടെ പാൽ സർബത്ത്. അപ്പോൾ അതും ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോയത് ബീച്ചിലേക്കാണ്. വെക്കേഷൻ ടൈം ആയ കാരണം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കുറച്ച് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നല്ല ചൂടുള്ള കല്ലുമ്മക്കായൊക്കെ ഇങ്ങനെ പൊരിച്ചത് കാണുമ്പോൾ എങ്ങനെയൊന്ന് കഴിക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കാടമുട്ടയും കല്ലുമ്മക്കായൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഒരു നല്ല ദിവസം അവിടെ കഴിയാണ്.